യോഹന്നാന്റെ സുവിശേഷം 6:27 നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ടു തന്നെ പ്രവർത്തിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സമയമാണ് ഭൂമിയിലെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയത് എന്ന് പറയുന്നത് എത്ര സത്യമാണ്. നഷ്ടമായ സമയം ഒരിക്കലും തിരികെ ലഭിക്കുകയില്ല. ഒന്ന് പുറകിലേക്ക് നോക്കിയാൽ വെറുതെ പാഴാക്കി കളഞ്ഞ സമയം എത്രമാത്രം എന്ന് കാണാൻ കഴിയും. അതുപോലെ പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി സമയം ചെലവാക്കിയതും മനസ്സിലാക്കാം. ഇനി അതോർത്ത് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. ആ സമയം പ്രയോജനമുള്ള കാര്യങ്ങൾക്കായി ചെലവിടുക എന്നതാണ് പ്രധാനം. പലപ്പോഴും പ്രയോജനമുള്ള കാര്യം എന്ത് എന്ന് മനസ്സിലാകാത്തത് ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ പ്രയോജനമെന്ന് ചിന്തിക്കുന്ന പലതും ഭാവിയിൽ യാതൊരു ഉപയോഗവുമില്ലാത്തതായി മാറാം. ലോകം എങ്ങനെയെല്ലാം മാറിക്കൊണ്ടിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ആകയാൽ അറിവുള്ളവരുടെ ഉപദേശങ്ങൾ തീർച്ചയായും ആവശ്യമാണ്. മികച്ച അധ്യാപകരെ ലഭിക്കുക എന്നത് ഭാവി എന്തായിത്തീരുമെന്ന് നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രാധാന്യമായി മാറുന്നത് അതിനാലാണ്. ഇതൊക്കെയാണെങ്കിലും ഈ ലോകത്തിൽ എത്ര പ്രയോജനമുള്ള കാര്യം മുൻകൂട്ടി കാണാനായാലും നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും അവയെല്ലാം ഒരു നാൾ ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുമെന്ന് നമുക്കറിയാം. ഈ പശ്ചാത്തലത്തിലാണ് യേശു ഇവിടെ പറയുന്ന വാക്കുകൾ അതിപ്രാധാന്യമുള്ളവയാകുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായല്ല പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഉപജീവന മാർഗങ്ങൾ വെടിയണമെന്നല്ല. അത് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ഒരിക്കൽ ദുഃഖിക്കേണ്ടി വരും. പക്ഷേ നഷ്ടമായ സമയം മടക്കി കിട്ടാത്തതിനാൽ യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന കാര്യങ്ങൾക്കായിട്ട് പ്രവർത്തിക്കണം. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നെങ്കിൽ അത് നിത്യജീവന് ഗുണകരമായി തീരും. യേശുക്രിസ്തുവിന് നമുക്ക് അതിനായുള്ള ആലോചന നൽകാൻ കഴിയും എന്നതിനാൽ ആ യേശുവിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.